ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ സുവിശേഷം 16 അധ്യായം 24 വാക്യം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. കുരിശ് രക്ഷ അടയാളമാണ്. കുരിശിലാണ് പരിപൂർണത ദർശിക്കാൻ സാധിക്കുക. കുരിശിൽ മരിക്കുന്നവർ ശപിക്കപ്പെട്ടവരായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാലത്താണ് യേശു കുരിശിൽ മരിച്ചത്. നമുക്ക് വേണ്ടി യേശു കുരിശ് സ്വീകരിച്ചു. നിന്ദനകൾ അപമാനങ്ങൾക്കിടയിലും യേശു കുരിശിനെ സ്നേഹിച്ചു. ഈശോ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സ്നേഹമാണ്. സ്വയം ത്യജിക്കാം, കുരിശുകൾ എടുക്കാം. കുരിശെന്നത് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും വേദനകളുമാണ്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം 360 നമ്പറിൽ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനയുടെ ആരംഭത്തിലും ദിവസത്തെ ആരംഭത്തിലും സംരംഭങ്ങളുടെ ആരംഭത്തിലും എല്ലാം ക്രൈസ്തവർ കുരിശടയാളം വരയ്ക്കുകയും പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ കാര്യങ്ങൾ തുടങ്ങുന്നു. നമുക്കും കുരിശടയാളം വരച്ച് ദൈവത്തെ പിഞ്ചില്ല. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.